ഇനി നമ്മൾ പോകുന്നത് കൊല്ലത്തെ ഒരു വാർത്തയിലേക്കാണ്. CPM CPI പ്രാദേശിക നേതാക്കളും അയൽവാസികളും ചേർന്ന് തന്നെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കുന്നുവെന്നുള്ള പരാതിയുമായി ഒരു വീട്ടമ്മ രംഗത്ത് എത്തിയിരിക്കുകയാണ്. കൊല്ലം ചടയമംഗലം കണ്ണങ്കോട് സ്വദേശി മിനിമോളാണ് പരാതിക്കാരി. നിരവധി തവണ തനിക്ക് നേരെ ആക്രമണമുണ്ടായിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും വീട്ടമ്മ പറയും. കഴിഞ്ഞ മാസം 25-ന് മിനിമോൾക്ക് നേരെ നടന്ന ആക്രമണമാണിത്. വസ്തു കയ്യേറാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞതിനായിരുന്നു ആക്രമണം. നേരത്തെയും സ്വന്തം വീടിന് മുൻപിൽ മിനിമോൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ചടയമംഗലം പോലീസിലും DGPക്കും കളക്ടർക്കും വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അവർ 1-2 പരാതികളിൽ FIR ഇട്ടിട്ടുണ്ട്. അത് ആ FIR കണ്ടാൽ മനസ്സിലാവും പ്രതികൾക്ക് അഡ്രസ്സില്ല. ഞാൻ പറഞ്ഞ മൊഴിയോ ഞാൻ കൊടുത്ത പരാതിയുമായോ യാതൊരു ബന്ധവും ആ FIRനില്ല. വിവാഹശേഷം 20 വർഷമായി മിനിമോൾ ഇവിടെ ആയിരുന്നില്ല താമസം. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടതോടെ 2020 ജൂലൈയിൽ മിനിമോൾ സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തി. തൻ്റെ പുരയിടത്തിൽ ചാരായവാറ്റ് നടക്കുന്നതിനെക്കുറിച്ച് പോലീസിലും എക്സൈസിലും പരാതി നൽകിയതോടെയാണ് മിനിമോളുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. CPM CPI പ്രാദേശിക നേതാക്കളുടെ ഭീഷണി വകവയ്ക്കാതായതോടെ ഭ്രാന്തി എന്ന് മുദ്രകുത്താനായി പിന്നീടുള്ള ശ്രമം. അവരുടെ ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറിയാന്ന് വന്ന് പറയുന്ന ബിജു എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ഒരുപാട് പേരെ കെട്ടി കൊണ്ട് പ്രാന്താശുപത്രിയിൽ ഇട്ടിട്ടുണ്ട്, നിന്നെയും കൊണ്ടുപോകുമെന്ന്. മിനിമോളും പ്രദേശവാസികളും തമ്മിലുള്ള പ്രശ്നത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് CPM CPI നേതാക്കളുടെ വിശദീകരണം. പരാതികളിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് വാദം. ന്യൂസ് 18 കൊല്ലം. വയനാടൻ ടൂറിസത്തിന് ആവേശം പകർന്നുകൊണ്ട് KSRTCയുടെ